വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ട്രംപ് മോദി ടെലിഫോൺ സംഭാഷണത്തെ തുടർന്ന് താരിഫിൽ കുറവ് വരുത്തിയ നടപടി ഉൾപ്പെടെ വാണിജ്യ ധാരണകളെ എസ് ജയശങ്കർ സ്വാഗതം ചെയ്തു. ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് സഹകരിക്കാനും നേതാക്കൾ തമ്മിൽ ധാരണ ആയിട്ടുണ്ട്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ജയശങ്കറിൻ്റെ അമേരിക്കൻ സന്ദർശനം വളരെയധികം പ്രാധാന്യം നമുക്ക് കണക്കാക്കാം. പ്രത്യേകിച്ചും ഭാരതത്തിന് മേലുള്ള താരിഫിന്മേൽ വലിയ കുറവ് വരുത്തിക്കൊണ്ടുള്ള തീരുമാനം കഴിഞ്ഞ ദിവസമാണല്ലോ പുറത്തു വന്നത്. അതിനുശേഷം ജയശങ്കറിൻ്റെ US സ്റ്റേറ്റ് സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ച എങ്ങനെ വിലയിരുത്താം? ഐസൺ ജോസ്. വിനോദ്, തീർച്ചയായും ഈ കൂടിക്കാഴ്ച ഏറ്റവും നിർണായകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പലവിധ തരത്തിലുള്ള ധാരണകളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇനി ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ പ്രാഥമിക ഘട്ടമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇക്കഴിഞ്ഞ ദിവസം വാർത്തകളിലെല്ലാം തന്നെ നിറഞ്ഞു നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട താരിഫിൽ ഇളവ് വരുത്തിയ ഒരു നടപടി തന്നെയായിരുന്നു. നമുക്കറിയാവുന്നതാണ്, 25% താരിഫിൽ നിന്ന് 18% കുറയ്ക്കുന്ന ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുവഴി തുടർ ചർച്ചകൾ വാണിജ്യ കരാറുകൾക്കും ഈ ധാരണയിലെത്തിയെങ്കിലും, അതായത് നിലവിലെ ഒരു താരിഫ് കുറയ്ക്കുന്ന വാണിജ്യ ധാരണയിലെത്തിയെങ്കിൽ കൂടി തുടർ ധാരണകൾ ശക്തമായ രീതിയിൽ പുനരാരംഭിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഒരു കൺസെന്റ് അല്ലെങ്കിൽ ഒരു തുടക്കമായി തന്നെയാണ് അമേരിക്ക ഭാരതവുമായുള്ള ഈ താരിഫ് കുറയ്ക്കുന്ന നടപടിയെ കാണുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അന്താരാഷ്ട്ര നിരീക്ഷകരും അതുപോലെ തന്നെ അമേരിക്കയിലെ തന്നെ വിദഗ്ധരും ബന്ധപ്പെട്ടവരും എല്ലാം തന്നെ ഇക്കാര്യം കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എസ് ജയശങ്കറിന്റെയും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെയും കൂടിക്കാഴ്ച നിർണായകമാകുന്നത്. കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കുന്നതിന് കൃത്യമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് ഔദ്യോഗികമായി തന്നെ മാർക്കോ റൂബിയോയുടെ ഓഫീസിൽ നിന്നും വാർത്താക്കുറിപ്പ് പുറത്തുവരികയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ മറ്റു വിഷയങ്ങൾ, അതായത് ഈ ധാതു സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ചും അതിന്റെ വിപണനം സംബന്ധിച്ചുള്ള ധാരണ, അത്തരത്തിലുള്ള വിവിധങ്ങളായ ധാരണകളിലേക്ക് കൂടി എത്തുന്നതിനുള്ള പ്രാഥമിക സംവിധാനങ്ങൾ ഒരുക്കി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏറ്റവും നിർണായകമാവുക ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ വാണിജ്യ ധാരണയും ഈ അധിക താരിഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയായിരിക്കും. അമേരിക്കയുമായി ഭാരതം അകലുന്നൊരു സാഹചര്യത്തിലേക്ക് അമേരിക്കയുടെ തന്നെ നിലപാടുകൾ എത്തിയ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ രൂക്ഷമായ ഒരു പ്രതികരണങ്ങൾ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഭാരതം വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയും ചെയ്തത്. മാത്രമല്ല, ഭാരതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും, അതായത് ഭാരതം മുന്നോട്ട് വെച്ച അടിസ്ഥാന ആശയങ്ങളിൽ നിന്നൊന്നും വ്യതിചലിക്കാതെ തന്നെ കൃത്യമായി ഭാരതത്തിന്റെ നിലപാടിനോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. നിരവധിയായ ചർച്ചകൾ ഇനിയും നടക്കാനുണ്ട്. എന്തു തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമാണ് ഈ കൂടിക്കാഴ്ച. വാണിജ്യ ധാരണയുടെ വിഷയത്തിലാകട്ടെ, അതുപോലെ തന്നെ മറ്റു രംഗങ്ങളിലെ സാങ്കേതിക സഹകരണത്തിന്റെ രംഗത്താകട്ടെ, ഇലക്ട്രോണിക് വിപണി എല്ലാം തന്നെ പരസ്പര ധാരണയിലൂടെ ശക്തമായി പ്രവർത്തിക്കാനുള്ള ഒരു വഴി തുറന്നു കിട്ടുന്നതിനുള്ള ധാരണകൾ ഈ രണ്ട് രാജ്യങ്ങളുടെയും ജനാധിപത്യപരമായ അവകാശങ്ങളെ ഒരേ സമയം പരിഗണിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന കൃത്യമായ ചർച്ചകളാണ് നടന്നത് എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്.